ഫൈനലി ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. എക്സാം കഴിഞ്ഞു അല്ലേ? അപ്പം എന്താണ് ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിച്ചത്? ചത്ത പോലെ ഒരു രാജകീയ ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ വിശേഷം ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളിതേ ഇതിന്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. കണ്ടോ, നമ്മുടെ ഈ ഒരു മരത്തില് ഇവര് കൂട് കൂട്ടിയിരിക്കുന്നു. നല്ല രസമായി. കുറേ ദിവസമായിട്ട് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ ഭയങ്കര ടൈം പാസ്സാണ്. രാവിലെ ആയാൽ ഞങ്ങളൊരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ പണി നന്നായിട്ട് പണിയെടുക്കും. വൈകിട്ട് നമ്മൾ ചായ കുടിക്കുമ്പോഴും ഈ ഒരു പണി അങ്ങനെ ഒരാഴ്ചയായി ഉണ്ടാവും. അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നല്ലൊരു കിളിക്കൂട്. നമ്മളിവിടെ ഓൾറെഡി ഒരു കിളിക്കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ അതൊന്നും വേണ്ട, നമ്മളെപ്പോലെയല്ല, അധ്വാനിച്ച് ജീവിച്ചോളാം എന്നുള്ളൊരു ടീംസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പാവങ്ങൾ വന്നിരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചൊരു കിളിക്കൂടും സംഭവങ്ങളൊക്കെ സെറ്റപ്പാക്കി നല്ല ഭംഗിയുള്ളൊരു വീടൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായി അധ്വാനിച്ച കിളിക്കൂട് മതി എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ്. അധ്വാനത്തിന് നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. ആ പൂത്താങ്കിരി എന്ന് നമ്മൾ പറയണ ആ കുഞ്ഞു കിളിയാണ് ഇത്ര പോകുന്നത്, ഇത്രയേ ഉള്ളൂ. അത് അധ്വാനിച്ചത് മുഴുവനും ഉണ്ടാക്കി വലിയ വലിയ ചുള്ളിക്കമ്പും ഒക്കെ കൊണ്ടുവന്നതേ ഒരു കിടിലം കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ. അപ്പോൾ അതാണ് ഇന്നത്തെ ഇവിടുത്തെ ഏറ്റവും സന്തോഷകരമായ വിശേഷം. വില പറഞ്ഞും കൊണ്ട് ഇങ്ങനെ തുടങ്ങും കേട്ടോ. നല്ല രസമാണ് ഈവനിങ് വരെ. അപ്പം ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു രമേശേട്ടനോട്, ഇവിടെ വല്ല കൺസ്ട്രക്ഷനൊക്കെ പണിയുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാരെ ഏൽപ്പിച്ച 1 കൊല്ലം കൊണ്ട് 20 നില ഉണ്ടാക്കും. അത്ര അധ്വാനമാണ്. ഇത്ര പോന്നതാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് അടച്ചിടണം, കാരണം അല്ലെങ്കിൽ അവർക്കതൊരു ഡിസ്റ്റർബൻസാണ്. ഇപ്പം ഇല്ല, അപ്പം റെസ്റ്റ് ചെയ്യാൻ പോയിക്കാം. റെസ്റ്റ് ചെയ്യണ ടൈമാകുന്നു. വലിയൊരു കമ്പെടുത്തോണ്ടെന്നോടുകൂടി ടയേർഡായി റെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് കാണിച്ചതാണെങ്കിൽ നമ്മളിത് മെല്ലെ അടയ്ക്കും, അല്ലെങ്കിൽ അവർക്കതൊരു ഡിസ്റ്റർബൻസ് അല്ലേ. ഇതിപ്പോൾ അവരുടെ സ്ഥലമായി മാറി, അപ്പോൾ അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കാം. അപ്പം നമ്മൾ രാവിലത്തെ കിളികളുടെ ശബ്ദവും കൊഞ്ചലൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റ്യൂ. പക്ഷെ നമ്മൾ ഇഷ്ടു എന്നാണ് പറയാറ്. അതെന്താണ് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പണ്ടൊക്കെ നാട്ടിലെ ഇഷ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഇഷ്ടു. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ സാധാരണ നമ്മൾ മറ്റേ കപ്പയുടെ ഇഷ്ടം ഉണ്ടാക്കാറുണ്ട്, അതും ടേസ്റ്റ്. അത് മെയിൻ ടേസ്റ്റ് ഈ ദോശ ഇഡ്ഡലി. അപ്പോൾ ഇന്നിപ്പോൾ ദോശയാണ്. അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും നമ്മുടെ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ സ്റ്റൂ ഉണ്ടല്ലോ, പൊട്ടറ്റോ, നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈല്, അതാണ് ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റൂ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇങ്ങനത്തെ അതും സ്വീറ്റ് പൊട്ടറ്റോ ആകുമ്പോൾ ഭയങ്കര ഹെൽത്തിയുമാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കണ്ട ഇതുപോലത്തെ സ്റ്റൂ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി രാവിലെ തന്നെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് നല്ല ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ദോശയും സ്റ്റൂവും കൂടെ ആകുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മിത്തുക്കുട്ടിയുടെ എക്സാം കഴിഞ്ഞു അല്ലേ? അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഒരു 3 ദിവസം ലീവ് ഉണ്ട് കേട്ടോ. ഒരു 10-20 ദിവസം നീണ്ടു നിൽക്കുന്ന അതികഠിനമായ പരീക്ഷയ്ക്ക് ശേഷം മിത്തു റിലാക്സ് ആണ്. അപ്പോൾ ഈ ഒരു 2-3 ഡേയ്സ് കംപ്ലീറ്റ് സിനിമയും കണ്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ബുക്ക് ഓർഡർ ചെയ്തു. സിനിമ കഴിയണതിൻ്റെ എക്സാം കഴിയണതിൻ്റെ മുന്നേ തന്നെ ബുക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വായിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ. അതെ, അപ്പോൾ ഹാപ്പി. സിനിമയ്ക്ക് റിസൾട്ട് വരും പറയാം. ഞാനുണ്ട് ദോശ ഇഷ്ടം. വിശന്നിട്ട് വയ്യ, ലേറ്റായിട്ട് വയ്യ, വയറ് കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചെറിയ ഒരു എന്താ പറയുക, മുഖമൊക്കെ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യട്ടെ. ജസ്റ്റ് രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് വേർപ്പൊക്കെ ആയി. ഇനി നമുക്ക് എന്താ വെച്ചാൽ ചെറുതായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തൊക്കെ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുഖം ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ഡീറ്റോക്സ് ക്ലെൻസറാണ് കേട്ടോ. ഇതിലുള്ള 2% ഗ്ലൈക്കോലിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ സ്കിൻ ടെക്സ്ചർ സ്മൂത്തൻ ചെയ്യാനും സഹായിക്കും. ഇത് കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കാനും സഹായിക്കും. അതേപോലെ തന്നെ താങ്ക്സ് ടു സോഡിയം PCA അത് നമ്മുടെ സ്കിന്നിനെ സ്ട്രിപ്പ് ചെയ്യാതെ തന്നെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് പൊല്യൂഷനെതിരെയും ഫ്രീ റാഡിക്കൽസ് ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതിൽ വൈറ്റമിൻ E ഫോസ്ഫറേറ്റ് കൊണ്ട് എൻറിച്ച് ചെയ്ത കാരണം തന്നെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും നമ്മുടെ റെഡ്നെസ് റെഡ്യൂസ് ചെയ്യാനും ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ സ്ട്രെച്ച് മാർക്സിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ത്രൂ ഔട്ട് ദ ഡേ ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ, വിതൗട്ട് ഫീലിംഗ് സ്റ്റിക്കി. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അടിപൊളിയാണ്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയയാണ്, ട്രസ്റ്റഡ് ഇൻ ഓവർ 18 കൺട്രീസ്.
അപ്പോൾ അതേ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് ഇനി ഇതിൻ്റെ പണി നോക്കട്ടെ കേട്ടോ. കുറച്ച് അവിടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ന്യൂട്രിഡോമിൻ്റെ ഈ പ്രോഡക്റ്റുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ന്യൂട്രിഡോമിൻ്റെ ഇന്ത്യ വെബ്സൈറ്റിലുണ്ട്, ഇന്ത്യയുടെ വെബ്സൈറ്റിലുണ്ട്, അതേപോലെ തന്നെ ഐബീരിയ സ്കിൻ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, യൂട്യൂബ് കാർട്ടിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട. ഇതേതാ? ഇത് സെയിമിൻ്റെ തേർഡാ? 3-4 ബുക്കുകൾ ഓർഡർ ചെയ്യലാണ്. ഒന്ന് വന്നു, അടുത്തത് ഇത് ഏതാണ്? ആസ് ഗുഡ് ആസ് ഡെഡ്. അതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ബുക്കാണ്. 2 വായിച്ചു കഴിഞ്ഞു അല്ലേ? ഇത് ഇനിയിപ്പോൾ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ ലീവ്. ചത്ത പോലെ ആസ് ഗുഡ് ആസ്. അപ്പോൾ അതെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെഡിയായി. നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോവാമെന്ന് വിചാരിച്ചപ്പോൾ ഇതേ മഴയോട് മഴ. ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു ഇത്ര നേരം കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ നല്ല മഴ. എങ്ങനെ പുറത്ത് മുഴുവൻ നനയും. പക്ഷെ എന്തായാലും പുറത്ത് പോയേ പറ്റും. നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ 1-2 സ്ഥലങ്ങളൊക്കെ പോകാണ്ട്, അതൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പുറത്ത് പോകുന്നത്. എന്തായാലും ഇറങ്ങാം. അത്രയും നേരം വെയിറ്റ് ചെയ്തു. മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. കാറിലല്ലേ, സ്ഥലത്തെത്തുമ്പോൾ അങ്ങനെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇതിലാണ് കേട്ടോ. കല്യാൺ ജ്വല്ലേഴ്സിലേക്കാണ്. അവരുടെ തന്നെ കാൻറ്റിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയമണ്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ട്. ഇനി കല്യാൺ ജ്വല്ലേഴ്സിൽ നമുക്കൊന്ന് പോകണം. അപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത്? പിറന്നാളാണ് എൻ്റെ പിറന്നാളോ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് രമേശേട്ടൻ്റെ വക ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോപ്പൊന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നത്. അതായത് ഫുള്ളി ഡയമണ്ട്സും മംഗല്യസൂത്രാസും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്ന് നോക്കി നോക്കട്ടെ. അപ്പോൾ എന്താണ് ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിച്ചത്? ഇപ്പം ഞങ്ങളങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റുകളൊന്നും തമ്മിൽ കൊടുക്കാറില്ല. കാരണം 2 പേരും ആട്ടും. 2 പേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അല്ലേ. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. കുറേ തന്നില്ലേ? 2 ഓഫർ തന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? അങ്ങനെയാണ് കൊടുത്തത്. ഞാൻ 2 ഓഫർ ഉണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? കുറേ കാലത്തെ കല്യാണം കഴിഞ്ഞ മുതലുള്ള ആവശ്യമുള്ള ഒരു സംഭവം, പിന്നെ ഒരു ലേറ്റസ്റ്റ് ഇപ്പുള്ള സംഭവം. അത് 2ആണ് ഓഫർ. ഒന്ന് അവൾക്ക് ഒരു ഡയമണ്ടിന്റെ, ആക്ച്വലി എനിക്കൊരു ഡയമണ്ടിൻ്റെ മംഗല്യസൂത്രമാണ് എനിക്ക് മനസ്സിൽ ഉള്ളത്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ ഇവിടെ കുറേ കണ്ടപ്പോഴും എനിക്കത് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ അത് ഭംഗിയില്ല. പിന്നെ ഭയങ്കര കോമഡി. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഈ നമ്മുടെ മുംബൈയിൽ കുറേ മംഗല്യസൂത്രം നോർമൽ കിട്ടും, 100 രൂപ 200 രൂപ. അപ്പോൾ സെയിം പോലെ ഫീൽ ചെയ്യണം. അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണം ഞാനത് കുറേ കാലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നന്നാവുമോ എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ഇങ്ങനെ വെച്ചു ഡയമണ്ട് പെൻഡൻറ്റ് നോക്കാം. അത് കുറേ കാലമായിട്ടില്ല. എൻ്റെ അച്ഛൻ ചെറിയ കുട്ടിയമ്മ വാങ്ങി തന്നത്. അതിന് ശേഷം ഇപ്പം ഇല്ല കേട്ടോ. എൻ്റെ സ്വന്തമായ പൈസയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചതാണ് ഒരു ഡയമണ്ടിൻ്റെ ഒരു ഇത്. അപ്പോഴാണ് രമേശേട്ടൻ ഓഫർ ചെയ്തത്. നമ്മളൊരാളെ ഓഫർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ വേണ്ടെന്ന് പറയാം. നിർബന്ധമൊന്നുമില്ല. എൻ്റെ 2ാമത്തെ ഓഫർ പരിഗണിക്കാവുന്നതാണ്. ആ ഓഫർ എനിക്ക് താല്പര്യമില്ലാത്ത ഓഫറാണ്. പക്ഷെ എന്നാലും നോക്കട്ടെ. ചിലപ്പോൾ 2ാമത്തെ ഓഫർ iPhone 17 ആണ്. iPhone 17 ആണ് രമേശേട്ടൻ്റെ 2ാമത്തെ ഓഫർ. പക്ഷേ എനിക്ക് ഐഫോണിൽ അത്ര വലിയൊരു ക്രേസില്ല. പിന്നെ എൻ്റെ iPhone 15 ഒരു കുഴപ്പമില്ല. എൻ്റെ ക്യാമറ ക്വാളിറ്റി ആണെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, സൂപ്പറാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് വെറുതെ അത് ഒരു കേടുമില്ല, അതിനൊരു ചെറിയ പരിക്ക് പോലും ഇല്ല. അപ്പോൾ വെറുതെ അത് കാണിക്കാൻ വേണ്ടി 17 കാണിക്കാൻ വേണ്ടി വാങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ മാല എനിക്ക് സ്വന്തമായി വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടേ കൺഫ്യൂസ്ഡാണ്. പക്ഷെ എന്തായാലും രമേശേട്ടൻ ഓഫർ ചെയ്ത സ്ഥിതിക്ക് ഒന്ന് നോക്കാം. ഞാനാണെന്നുണ്ടെങ്കിൽ ഐഫോൺ ചാടി വീഴും. രമേശേട്ടന് ഐഫോണാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് എൻ്റെ ഈ ഫോണിന് ഒരു കേടില്ലാത്തൊരു സാധനം നമ്മൾ എന്തിനാ വെറുതെ വാങ്ങണമെന്ന് അങ്ങനെ തോന്നാം. പിന്നെ ഓഫ് കോഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അതും ഇൻവെസ്റ്റ്മെൻ്റ് ആവുമല്ലോ, അല്ലെങ്കിൽ നാളെ മിത്തുക്കുട്ടിക്ക് ഇടാലോ എന്നൊക്കെ വിചാരിച്ച് ഉള്ളൊരു ഇതിലാണ് ഞാൻ നോക്കണത്. പിന്നെ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കണം കണ്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ഇടുന്നത് ഒരു റോൾഡ് ഗോൾഡിൻ്റെ ഒരു സംഭവമാണ്. അത് നല്ല സാധനമാണ് കേട്ടോ. പിന്നെ താലി ചെയിനും ഇങ്ങനെ അങ്ങനത്തെ താലി എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനത്തെ വലിയ താലി ചെയിനല്ലേ, അപ്പോൾ അത് ഞാൻ ഇടാറില്ല. രമേശേട്ടൻ തന്നിട്ടുള്ളത് വലിയ താലി ചെയിനാണ്. അപ്പോൾ അത് ഇട്ടിട്ട് അത് മുംബൈയിൽ ഞാൻ നടക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നാട്ടിലാണ്. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഇടാൻ പറ്റുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഒരു സാധനമാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് കിട്ടുമോ നോക്കട്ടെ. വളരെ കുഞ്ഞിത്
നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് എനിക്കിവിടെ ആപ്പിളിന്റെ കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമായി. ഈ കാൻഡിയറിൻ്റെ കളക്ഷൻസ് അടിപൊളിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കമ്മലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ള കമ്മൽ, കുഞ്ഞ് ഡയമണ്ടിൻ്റെ ഇത്, കുഞ്ഞ് മോതിരം, കുഞ്ഞ് മാല, അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ്. നോക്കി നോക്കാം. അപ്പോൾ ഈ ക്യാൻഡിയറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കല്യാൺ ജ്വല്ലേഴ്സ്, അവരുടെ ഗോൾഡിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെ ഒന്ന് വന്നിരിക്കുകയാണ്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ എല്ലായിടത്തും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഞാൻ രംഷേട്ടനും കൂടെ ഇങ്ങനെ അവിടെ നോക്കി, ഇങ്ങനെ ഗോൾഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ബ്രേസ്ലെറ്റ് പോലെ, ആദ്യം ഞാൻ ഒരു ബ്രേസ്ലെറ്റ് പോലെ ഇങ്ങനെ ഡയമണ്ടിൻ്റെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇട്ട് നോക്കി. പക്ഷേ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് മംഗല്യസൂത്ര അല്ലെങ്കിൽ പെൻഡൻറ്റ് തന്നെയായിരുന്നു. വളയൊക്കെ പിന്നെ ഞാൻ അങ്ങനെ ഇടാറില്ല. എന്നാലും ഇങ്ങനെ കുറച്ചൊന്ന് രണ്ടെണ്ണമൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് പിന്നെ മംഗല്യസൂത്ര എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ തിരിച്ച് കാൻഡിയറിലേക്ക് തന്നെ വന്ന് കുറച്ച് ഇങ്ങനത്തെ കുഞ്ഞ് ഡയമണ്ട് പെൻഡൻസ് ഇങ്ങനെ നോക്കി. ഡെയിലി വെയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ നല്ല കളക്ഷൻ, സത്യം പറഞ്ഞാൽ എല്ലാതും എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. നല്ല വെറൈറ്റിയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡെയിലി വെയർ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ എന്നുള്ള കാര്യങ്ങൾ. എങ്ങാനും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമില്ല. ഇതുപോലത്തെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പക്ഷേ ഡെയിലി വെയറിന് ഇത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് വേണ്ടാന്ന് വെച്ചു. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ഡെയിലി നോക്കാൻ പറ്റിയത്, അതായത് കേടുപാടുകളും കൂടെ കൂടാതിരിക്കണമല്ലോ, അപ്പോൾ അതും കൂടെ നോക്കുമായിരുന്നു. ഒരു രാജകീയ ലുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടില്ലേ, നമുക്കിങ്ങനെ ഡയമണ്ടൊക്കെ ഇട്ട് നോക്കുമ്പോൾ അതേ ഒരു കണ്ണാടിയിലൊക്കെ നോക്കി നല്ല രസമുണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം. 1-2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫൈനലി ഇയാളുടെ കൺഫ്യൂഷനിലാണ് ഏത് വേണം. എനിക്കിത് ഇവിടുത്തെ എല്ലാ കളക്ഷനും ഇഷ്ടമായി. വളരെ അതായത് ഇപ്പം എന്നെ പോലെ വളരെ ലൈറ്റായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഹെവി അല്ലാതെ ഇങ്ങനെ കുഞ്ഞിത്, അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഒരു പൊടിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയാണ്. ഡെയിലി വെയർ പോലെ ഹെവി അല്ലാത്ത സംഭവങ്ങൾ, നല്ല കളക്ഷൻസ്. ഇതിൽ ആംബിയൻസ് എനിക്ക് ഇഷ്ടമായിട്ടോ. ആ ഒരു തീമും നല്ല രസമുണ്ട്, ബ്ലൂ ആൻഡ് വൈറ്റ്. അങ്ങനെ ഒരു 10 എണ്ണം ഇഷ്ടപ്പെട്ടേന്ന് അവസാനം 2 എണ്ണം ആക്കി. അതിൽ നിന്ന് പിന്നെ ഞാൻ ഫൈനലി 1 എടുത്തു. പിന്നെ അവർ ഹാപ്പി ബർത്ത്ഡേ കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. ഇത് ഫോൺ വേണ്ടെന്ന് വെച്ചു. അതൊരു വേസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഫൈൽ ചെയ്തു. പക്ഷേ ഇത് ഏതാണെന്നുള്ളത് ഞാൻ നാളത്തെ ബർത്ത്ഡേ വ്ളോഗിൽ കാണിക്കാം. ഇപ്പം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നില്ല, അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നാളത്തെ വ്ളോഗിൽ, അത് പിറന്നാളിൻ്റെ അന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇടുന്നില്ല, ഇന്ന് ഇടാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, പിറന്നാളായിട്ട് നല്ല ദിവസമായിട്ട് ഇടാമെന്നല്ലേ. അപ്പം നാളത്തെ വ്ളോഗിൽ നമുക്ക് കാണാം. യെസ്, അങ്ങനെ വീട്ടിലെത്തിയതേ നമ്മൾ ഫ്രഷായി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ടോ. കാരണം നല്ലോണം ലേറ്റായി. അവിടെ ബാക്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണ്. രംഷേട്ട് അപ്പോഴേക്കും തിരിച്ചെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി വരുമായിരുന്നു. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നൂൽ പൊറോട്ട. നല്ല ഇലയിലെടുത്ത നൂൽ പൊറോട്ട. നൂൽ പൊറോട്ടയും ചിക്കനും ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇത് കഴിച്ച് ഇന്നിപ്പോൾ സിനിമയൊന്നും കാണാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഞാൻ എന്തായാലും കാണില്ല, കാരണം എനിക്ക് പ്രഷർ എടുക്കാൻ പറ്റില്ല. ഞാൻ കളി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കളി വൻ പ്രഷറാവും. അത് ഇന്ത്യ പാകിസ്ഥാനെ കളി. അതുകൊണ്ട് ഞാൻ ഏത് ദിവസം ലാസ്റ്റ് ഓവർ വരെ പോക്കളി ഭയങ്കര പ്രഷർ തരും. ഞാൻ അന്ന് ഇരിക്കാത്ത ദിവസം രംഷയുടെ പറയാം വേഗം കളി കഴിഞ്ഞ് പാകിസ്ഥാൻ തോറ്റു. അത് ഇന്ന് ഞാൻ എന്തായാലും ഇരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ പണി നോക്കും തൽക്കാലം. അപ്പം ഇനി നാളെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത്രയും സ്വന്തം പറഞ്ഞാലും ഇഷ്ടമാണ്. അപ്പം നാളെ മുതൽ പിറന്നാളിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. നാളെ മുതൽ നവരാത്രി ഒക്കെ തുടങ്ങണം. അപ്പം നവരാത്രി തുടങ്ങിയ പിന്നെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല 10 ദിവസത്തേക്ക്. അങ്ങനെയാണ് സാധാരണ കുളിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പം നവരാത്രി ഇവിടെ അതിനേക്കാളും രസമാണ്. നാളെ മുതലാണ് നമ്മുടെ ദാണ്ടിയ തുടങ്ങുന്നത്. 10 ദിവസം നല്ല രസമാണ്. ഇവിടെ ഓൾറെഡി പല ഗർബ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. 1 മാസം മുന്നേ തന്നെ ഒരേപോലെ എല്ലാവരും ഡാൻസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. കാരണം ഇവിടുന്ന് ഫുള്ള് ഈ ദാണ്ടിയ ഗർബ നൈറ്റും കാര്യങ്ങളൊക്കെ ആവും ഇവിടെ എല്ലായിടത്തും. അപ്പം അതും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വേറൊരു വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബൈ.